നമസ്കാരം. സ്പോർട്സ് പിച്ച് സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഹൈദരാബാദിൽ ആ മഞ്ഞക്കടലിന് നടുവിൽ ഹൈദരാബാദിനെതിരെ ചെന്നൈ ബാറ്റിംഗിനിറങ്ങുമ്പോൾ ഗാലറിയിലും ടിവിക്ക് മുന്നിലുമിരുന്ന ലക്ഷക്കണക്കിന് ആരാധകരുടെ കണ്ണുകൾ ഒരാളിലായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ. 195 റൺസ് എന്ന വലിയ ലക്ഷ്യം പിന്തുടരുമ്പോൾ സഞ്ജുവിൽ നിന്നൊരു വമ്പൻ ഇന്നിംഗ്സ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ വെറും 3 പന്തുകൾ മാത്രം നീണ്ടുനിന്ന സഞ്ജുവിന്റെ ആ ഇന്നിംഗ്സ് ഒരു വലിയ കഥയാണ് പറയുന്നത്. 7 റൺസ് മാത്രമെടുത്ത് സഞ്ജു പുറത്തായെങ്കിലും ആ 3 പന്തുകളിൽ അദ്ദേഹം കാട്ടിയ ഇന്റന്റാണ് ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ പ്രധാന ചർച്ചാവിഷയം. ഒരു ജേർണലിസ്റ്റ് ശൈലിയിൽ സഞ്ജുവിന്റെ ആ പോരാട്ട വീര്യത്തെ നമുക്ക് വിശകലനം ചെയ്യാം. 195 റൺസ് ചേസ് ചെയ്യുമ്പോൾ ഏതൊരു ബാറ്റിംഗ് നിരയ്ക്കും ആദ്യ ഓവറുകളിൽ സമ്മർദ്ദമുണ്ടാകും. എന്നാൽ സഞ്ജു സാംസൺ എന്ന ബാറ്റർ ക്രീസിലേക്ക് വന്നത് ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ്: ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുക. നേരിട്ട ആദ്യ പന്തുകളിൽ തന്നെ തന്റെ ഉദ്ദേശ്യം അദ്ദേഹം വ്യക്തമാക്കി. ആദ്യ പന്തിൽ സഞ്ജു പായിച്ച ആ സിക്സർ, അത് കണ്ടപ്പോൾ ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും പറഞ്ഞുപോയി, ഇന്ന് സഞ്ജു തൂക്കും. പന്തിന്റെ ഗതി മനസ്സിലാക്കി അനായാസം ലോഫ്റ്റഡ് ഷോട്ട് കളിച്ച സഞ്ജുവിൽ നിന്ന് ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് നാം പ്രതീക്ഷിച്ചു. ഗാലറിയെ അത് അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചു. 3ാമത്തെ പന്തിൽ ഔട്ടായപ്പോൾ സഞ്ജുവിന്റെ സ്കോർ ബോർഡിൽ കണ്ടത് 3 പന്തിൽ 7 റൺസ് എന്നാണ്. എന്നാൽ ആ 7 റൺസിനേക്കാൾ മൂല്യം അദ്ദേഹം കാണിച്ച ആറ്റിറ്റ്യൂഡിനാണ്. ടീമിന് വേണ്ടതൊരു ക്വിക്ക് സ്റ്റാർട്ടാണെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു. സേഫായി കളിച്ച് വിക്കറ്റ് സംരക്ഷിക്കാൻ നിന്നാൽ റൺ റേറ്റ് ഉയരുമെന്ന് മനസ്സിലാക്കിയ സഞ്ജു റിസ്ക് എടുക്കാൻ തയ്യാറായി. ഇതാണ് സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. സ്വന്തം ശരാശരിക്കോ പേരിനോ വേണ്ടിയല്ല, മറിച്ച് ടീമിന് ആ നിമിഷം എന്താണോ ആവശ്യം അത് നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാനുള്ള ആ ധൈര്യമാണ് സഞ്ജുവിനെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. മറ്റേതെങ്കിലും താരമായിരുന്നെങ്കിൽ ഒരു സിക്സർ നേടിയ ശേഷം അടുത്ത കുറച്ചു പന്തുകൾ ഡിഫെൻസീവായി കളിച്ച് നിലയുറപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ സഞ്ജുവിനറിയാമായിരുന്നു പവർ പ്ലേയിലെ ഓരോ പന്തും വിലപ്പെട്ടതാണെന്ന്. ടീം 200-നടുത്തുള്ള സ്കോർ ചേസ് ചെയ്യുമ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാൻ സഞ്ജു ആഗ്രഹിച്ചില്ല. സഞ്ജു ഔട്ടായപ്പോൾ സങ്കടം തോന്നിയെങ്കിലും അദ്ദേഹം കളിച്ച ആ രീതിയെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പരാജയപ്പെട്ടെങ്കിലും തന്റെ ശൈലിയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സഞ്ജുവിന്റെ ആ ഫിയർലെസ് ക്രിക്കറ്റ് തന്നെയാണ് ഭാവിയിൽ ഇന്ത്യയുടെയും ചെന്നൈയുടെയും കരുത്താകാൻ പോകുന്നത്. ഒരു ഇന്നിംഗ്സ് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് സഞ്ജുവിന്റെ പ്രഭാവം കുറയുന്നില്ല. ഇന്നലത്തെ ആ നിരാശയെ ഒരു ഇന്ധനമാക്കി മാറ്റി അടുത്ത മത്സരത്തിൽ സഞ്ജു ശക്തമായി തിരിച്ചുവരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആ സിക്സറിൽ കണ്ട ആത്മവിശ്വാസം വരും മത്സരങ്ങളിൽ വലിയ സ്കോറുകളായി മാറുന്നത് നാം കാണാൻ പോകുകയാണ്. സഞ്ജുവിന്റെ ഈ പരാജയത്തെ വിമർശിക്കുന്നവർ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ടീമിനുവേണ്ടി ബലിയാടായതാണ്. ഇത്തരത്തിൽ ഇന്റന്റ് കാട്ടി കളിക്കുന്ന താരങ്ങളെയാണ് ആധുനിക ക്രിക്കറ്റിൽ ഏതൊരു ടീമും ആഗ്രഹിക്കുന്നത്. സഞ്ജു സാംസൺ എന്ന പോരാളി വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ അറിയുന്നവനാണ്. ഇന്നലത്തെ 7-3 ഒരു പരാജയമല്ല, മറിച്ച് അടുത്ത വലിയ വിജയത്തിന് മുൻപുള്ള ചെറിയൊരു ഇടവേള മാത്രമാണ്. സഞ്ജുവിന്റെ ആ മാസ്മരിക ബാറ്റിംഗ് കാണാൻ നാം അധികം കാത്തിരിക്കേണ്ടി വരില്ല. അടുത്ത കളിയിൽ അദ്ദേഹം ഗ്രൗണ്ടിന്റെ എല്ലാ കോണുകളിലേക്കും പന്തു പായിക്കുന്നത് നമുക്ക് കാണാം. സഞ്ജുവിന്റെ ആ 3 പന്തുകളിലെ ഇന്റന്റിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അദ്ദേഹം കുറച്ചുകൂടി ശ്രദ്ധിച്ചു കളിക്കണമായിരുന്നോ, അതോ ഈ അഗ്രസീവ് ശൈലി തന്നെയാണോ വേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. സഞ്ജു സാംസണിന്റെ എല്ലാ അപ്ഡേറ്റുകൾക്കുമായി സ്പോർട്സ് പിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക.